ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസം നമ്മൾ മോശയെ ദൈവം ശുശ്രൂഷ ഏൽപ്പിക്കുന്ന അഥവാ ഭാരിച്ച ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്ന് 20 വയസ്സിന് മേലുള്ള അവരെ യുദ്ധത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്ന ആവശ്യകത ഓർക്കണം. അനേക ലക്ഷം ജനങ്ങളുടെ നടുവിൽ നിന്ന് അവരെ തെരഞ്ഞെടുക്കേണ്ടിയുണ്ട്. അവർ പലപ്പോഴും മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നവരും മത്സരിക്കുന്നവരുമാണ്. എങ്കിലും മോശ ഒഴിഞ്ഞു മാറാതെ ആ ശുശ്രൂഷ സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് അടുത്ത ശുശ്രൂഷ ദൈവം ഏൽപ്പിക്കുകയാണ്. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവം മോശയോട് വീണ്ടും പറയുകയാണ്, നീ അഹരോനെയും പുത്രന്മാരെയും അവരെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം. അവരെ വെള്ളം കൊണ്ട് കഴുകണം, അങ്കി ധരിപ്പിക്കണം. വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അത് പുറപ്പാട് പുസ്തകം 40:12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരുപക്ഷെങ്കിൽ മോശയ്ക്ക് ഒരു അസൂയൊക്കെ തോന്നുന്ന അവരെയാണോ ഇതൊക്കെ ഏൽപ്പിക്കുന്നത്? ഇല്ല, മോശയ്ക്ക് വളരെ സന്തോഷമാണ് ആ സന്ദർഭത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത്. അഹരോനെ സംബന്ധിച്ചിടത്തോളം അഹരോനും തനിക്ക് ലഭിച്ചതാകുന്ന ആ പദവിയിൽ വളരെ സന്തോഷിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന അനുഭവം സ്വാഭാവികമാണല്ലോ. താന് ഓർത്തു തന്റെ അരികെ എല്ലാവരും സേവനത്തിനായിട്ട് വന്നു നിൽക്കുന്ന ആ ഒരു അനുഭവം, ആ ഒരു കാഴ്ച, ഇതൊക്കെ നിശ്ചയമായിട്ടും അഹരോന്റെ മുമ്പിൽ ആ സമയത്ത് ഓടിയെത്തിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അഹരോന് മനസ്സിലായത് എത്രയോ ഭാരമേറിയതായ അവസ്ഥയാണ്. കാരണം ലക്ഷോപലക്ഷം യാഗമൃഗങ്ങളെ ഈ ഇസ്രായേൽ മക്കൾ കൊണ്ടുവരുമ്പോൾ അതിനെ ഖണ്ണം ഖണ്ണമായി മുറിക്കണം, തോലുരിക്കണം, ചില ഭാഗങ്ങൾ ചുട്ടുകളയണം, യാഗമർപ്പിക്കണം. ഇങ്ങനെയുള്ളതാകുന്ന ഭാരിച്ചതാകുന്ന ആ ഉത്തരവാദിത്വം തനിക്ക് തന്റെ ഇളയ മക്കൾ മാത്രമാണ് അപ്പോൾ കൂടെയുള്ളത്. മൂത്ത മക്കളായ നാദാബും അബീഹുവും അവർ അന്യാഗ്നി കത്തിച്ച് അവർ മരണപ്പെടുവാനായിട്ട് ഇടയായിത്തു. ഇങ്ങനെ വല്ലാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന അഹരോനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ യഹോവയായ ദൈവം വീണ്ടും മോശയോട് പറയുകയാണ്. സംഖ്യാപുസ്തകം 3:5 തൊട്ട് വായിക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ലേവി ഗോത്രത്തെ അടുക്കൽ വരുത്തി പുരോഹിതനായ അഹരോന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവന്റെ മുൻപാകെ നിർത്തുക. അഥവാ ഇപ്പോൾ 30-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള ഏതാണ്ട് 22,000 വ്യക്തികളെയാണ് ദൈവം അവിടെ സഹായത്തിന് ലേവി ഗോത്രത്തിൽ നിന്ന് അഹരോന് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യുദ്ധത്തിന് ഇസ്രായേൽ മക്കളിൽ നിന്ന് ജനത്തെ എണ്ണി വേർതിരിച്ചപ്പോൾ ഇവിടെ പറയുന്നത് അഥവാ ലേവി ഗോത്രത്തെ എണ്ണാതെ വിടയണം എന്നാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ ആത്മീക ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം പ്രത്യേകിച്ച് വേർതിരിച്ചവരാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഭാരിച്ചതായ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായെങ്കിലും ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായെങ്കിലും അവിടെയെല്ലാം മോശയെയും അഹരോനെയും നിലനിർത്തിയവനായ ദൈവം എക്കാലത്തും തന്റെ ദാസന്മാരെ നിലനിർത്തുക തന്നെ ചെയ്യും. അവർ വിശ്വസ്തരായിരുന്നാൽ മാത്രം മതി എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. അതെ, ആ ദൈവകരങ്ങളിൽ വിശ്വസ്തയോടെ താഴ്ത്തിയേൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം.
സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസ്യം വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസ്യം വിസ്തൃതിയോടോ, ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്കു തുല്യം നീ മാത്രമല്ലോ, നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണ